എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ നാടിൻ്റെ അകത്തളങ്ങളിൽ നന്മ വിരിയിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ജനപ്രതിനിധികൾക്ക് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനങ്ങൾക്ക് മാത്രമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും നിരവധി ജലാശയങ്ങളും ചിറകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ ജലാശയങ്ങളും ചിറകളൊക്കെ ഉണ്ടോ? എന്നാൽ അവിടെ പോയി നോക്കൂ, എന്താണ് അതിൻ്റെ സ്ഥിതി. ചാലക്കുടി പട്ടണത്തിൻ്റെ ചില ഭാഗങ്ങളിലെങ്കിലും മലീമസപ്പെട്ട് കിടക്കുന്ന ചിറകളുണ്ടാകാം. പ്ലാസ്റ്റിക് കുപ്പികളും ചണ്ടിയും ഒക്കെ നിറഞ്ഞ് അത് ആകെ ആ പരിസരവാസികൾക്കെല്ലാം തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ചിറകളുണ്ട്. ഇവിടെയൊക്കെ ഭരണ സംവിധാനങ്ങളുടെ ഇടപെടലില്ലായ്മ, അതുമാത്രമല്ല ചില സാങ്കേതിക തടസ്സങ്ങളും നിലനിൽക്കുന്നതുകൊണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ചാലകശക്തികളാകേണ്ട, മാതൃകയായി പ്രവർത്തിക്കേണ്ട യുവജന സംഘടനകളും നാട്ടുകാരും കൈകോർത്ത് കഴിഞ്ഞാൽ പിന്നെന്ത്? ഒരു ഭഗീരഥ യജ്ഞം മാത്രം മതി, പരിപാടി അവസാനിച്ചു. ഏത്? നമ്മുടെ ചിറകളൊക്കെ തെളിനീര് പോലെയാകും. അങ്ങനെ തെളിനീര് പോലെയാക്കിയ ഒരു ചിറയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സംഭവം വേറെ എവിടെയല്ല, കാളൻചിറയുടെ ഒരു അവസ്ഥ വൃത്തിയാക്കുന്നതിന് മുന്നുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. സൈഡിലൊക്കെ മരങ്ങൾ വളർന്ന് കാട് പിടിച്ച് ചണ്ടിയൊക്കെ നല്ല കട്ടിയിൽ ചണ്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ഇടയിലാണ് കോട്ടയിലെ കുറച്ച് കൗൺസിലർമാർ, UDF കൗൺസിലർമാർ ഒരുമിക്കുന്നത്. അതിന് ഒപ്പം നിൽക്കാനും അതിന് നേതൃത്വം വഹിക്കാനും വൃത്തിയാക്കാനും ചുറുചുറുക്കുള്ള കോട്ടയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വിവേക് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ അതിനൊപ്പം നിൽക്കാനായിട്ട് റെഡിയായിട്ട് വന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ കൗൺസിലറായിട്ടുള്ള വത്സൻ ചമ്പക്കര കഴുത്തപ്പം വെള്ളത്തിൽ നിന്ന് അവിടെ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് ഈ ചണ്ടി മുഴുവനും കീറി ആ സാധനം ഓരോ സൈഡുകളിലേക്ക് മാറ്റുകയാണ്. നിസ്സാര പണിയല്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ഏകദേശം 8 മണിയായപ്പോൾ ഇറങ്ങിയ ആളുകളാണ്. അപ്പോൾ എത്രമാത്രം അധ്വാനത്തിൻ്റെ ഫലമാണ്. നാടിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തുന്നത്. ഇതിനൊപ്പം നിൽക്കാൻ കൗൺസിലർമാരായിട്ടുള്ള റീന ഡേവിസ്, വിനീത ഷാൻഡോ, ജെസി റാഫേൽ, അതുപോലെ തന്നെ ഷിഫ സന്തോഷ് അടക്കമുള്ള കൗൺസിലർമാരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് കോട്ടയിലെ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും എല്ലാവരും അണിനിരന്നു. നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു ജലാശയമാണ്. 56 സെന്റിൽ കിടക്കുന്ന ഈ കുളം, 27 സെന്റിലെ ഇപ്പോൾ കുളമുള്ളൂ. ബാക്കി സ്ഥലങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെയോ കൈവശം വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ഇടപെടൽ ഉടനെ തന്നെ ചെയ്യുമെന്നാണ് കൗൺസിലർ വത്സൻ ചമ്പക്കര പറഞ്ഞിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വരുന്ന സമയത്ത് ഇത് നീന്തൽ പരിശീലനത്തിനുള്ള ഒരു ഇടമായിരുന്നു. പക്ഷേ പിന്നീടായിരിക്കാം ഈ ചണ്ടി നിറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നീന്തൽ പരിശീലനത്തിനും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ, ആളുകൾക്കൊക്കെ സാധനങ്ങൾ വന്നിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഒത്തുചേരാനായിട്ടുള്ള പൊതു ഇടങ്ങളുടെ അഭാവമാണുള്ളത്. അതിനൊരു മാറ്റം വരും. ഒപ്പം ഇതൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിലെ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും പ്രവർത്തകരും ഈ ജനപ്രതിനിധികളൊക്കെ ചേർന്ന്, ഞാൻ വത്സേട്ടൻ പറയാൻ, വത്സേട്ടൻ വെള്ളത്തിൽ തന്നെ നിന്നിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഈ കൗൺസിലർമാരും വനിതാ കൗൺസിലർമാരൊക്കെ നിന്നിട്ടാണ് വെള്ളത്തിലിറങ്ങി ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10 അടി നീളത്തിലുള്ള മലമ്പാമ്പിനെയും കണ്ടു. ആ മലമ്പാമ്പിനെ ഫോറസ്റ്റ് റെസ്ക്യൂ, സ്നേക്ക് റെസ്ക്യൂ അംഗങ്ങളായിട്ടുള്ള ദീപ് അടക്കമുള്ളവർ വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത്രയും വലിയ മലമ്പാമ്പ് വരെ ഒളിഞ്ഞിരുന്ന രീതിയിലുള്ള കാടും പരിസരങ്ങളൊക്കെ ആയിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെ കൃത്യമായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മനോഹരമാക്കി തെളിനീര് പോലെയാക്കി നമ്മുടെ കാളൻചിറ സൂപ്പറായി ഹൈടെക്കായി എന്ന് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം. ആ രീതിയിലേക്ക് എത്തിച്ചു. ഒപ്പം ഇത് നാടിന് കൊടുത്ത ഒരു മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ്, മാർച്ച് മാസത്തിലെ സമ്മാനം. ഏത്? കാളൻചിറ ഈ വൃത്തിയാക്കി കൊടുത്തതിലൂടെ. വെക്കേഷൻ കാലമാണ്, കുട്ടികൾക്കൊക്കെ അവിടെ നീന്തൽ പരിശീലനം നടത്താൻ ഇനി വളരെ സന്തോഷകരമായിരിക്കും. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ഇതൊരു നന്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഇത്തരത്തിലുള്ള നന്മ ചെയ്യുമ്പോൾ നമുക്ക് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടെ മുഖത്ത് തന്നെ കരിവാരിത്തേക്കാന്ന് പറഞ്ഞാൽ പരിപാടി ചെയ്യുന്നുണ്ട്. എന്താവശ്യം? യൂത്ത് കോൺഗ്രസ്സുകാരാണ് അവിടെ ഈ പ്രാവശ്യം വന്ന് വൃത്തിയാക്കിയത്. ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും വേറെ രാഷ്ട്രീയ യുവജന സംഘടനകൾ ചെയ്യുന്നുണ്ടാവും. DYFI ചെയ്യുന്നുണ്ടാവും, അതുപോലെ യുവമോർച്ച ചെയ്യുന്നുണ്ടാവും, മറ്റ് രാഷ്ട്രീയ സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ടാവുന്നു. ഇവരിത് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ കൊടിയോ മറ്റോ ഒക്കെ അവിടെ വെച്ചിട്ടായിരിക്കും ചെയ്യണത്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പരിപാടിയാണെന്ന്. അത് സൂത്രത്തിക്കൂടെ വന്ന് അതവിടുന്ന് കൈയോടെ വന്ന് ഒടിച്ചെടുത്ത് അത് കാട്ടിക്കളയുക, അത് നശിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ പതാകകളും അപഹരിച്ച് മോശകരായി മാറി അതവിടെ നിന്ന് ദൂരെ എറിഞ്ഞ് കാട്ടിക്കളയുക. ഇതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക നാടിന് വേണ്ടി. അതായത് ചെയ്യുന്നവരെ കൂടി താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ചെയ്യരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ കുളമായിട്ട് അവിടെ വല്ലത് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് നിങ്ങൾ പറയുന്നത്. അവരവിടെ ഇരുന്ന് കാലത്ത് മുതൽ അതിൻ്റെ പിന്നാലെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് JCB കൊണ്ടുവന്ന് ഈ ചണ്ടി നീക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങി നിന്ന് ഈ ചണ്ടി തള്ളായിരുന്നു നിങ്ങൾ ഈ കാണുന്നത് പോലെ. അത്രയും ബുദ്ധിമുട്ടി ചെയ്ത ഒരു പ്രവർത്തനത്തെ അതിൻ്റെ ഭാഗമായിട്ട് വെച്ച ഈ കൊടിയൊക്കെ പതാകകളൊക്കെ ഇതുപോലെ താറടിച്ച് കാണിക്കുന്നത് ശരിയല്ല. പതാക മോശകരായി മാറുന്നത്, പതാക മോഷണം എന്ന് വേണമെങ്കിൽ പറയാം. നൈസായിട്ട് വന്നിട്ടാണ് ആൾ ഒടിച്ച് താഴ്ത്തിരുന്നത്. ഇത് ഈ പറഞ്ഞ ടീംസിനെ അവിടെ കണ്ടവരാണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കൂ, നിങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യൂ. ചെയ്യുന്ന ആളുകളുടെ അവരുടെ പ്രയത്നത്തെയും മറ്റും ഇകഴ്ത്തി കാണിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും വത്സൻ ചമ്പക്കര അടക്കമുള്ള ജനപ്രതിനിധികളെയും കോട്ട യൂത്ത് കോൺഗ്രസിലെ വിവേക് ചന്ദ്ര ഉൾപ്പെടെയുള്ള ഭാരവാഹികളെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നാട് നന്നാവട്ടെ, ചിറകൾ സംരക്ഷിക്കപ്പെടട്ടെ. ഇതൊക്കെ നമ്മുടേത് തന്നെയാണ്. നന്ദി, നമസ്കാരം. കോട്ട പ്രദേശത്തെ ഒരു സ്വാഭാവിക നീരുറവയാണ് ഈ കാളഞ്ചിറ കുളം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കുളം എന്ന് പറയുന്നത് 26-27 സെന്റ് മാത്രമേ ഇപ്പോൾ ഈ ജലാശയമുള്ളൂ. നേരത്തെ അത് 57 സെന്റ് ഉണ്ടായിരുന്ന ഒരു കുളമാണ്.
ഇത് കൂടാതെ ദേവസ്വം പുറമ്പോക്ക് ഇവിടെ ഏകദേശം 53 സെന്റ് സ്ഥലം ദേവസ്വം കുടമാണിക്യം ദേവസ്വത്തിന്റെ പുറമ്പോക്കുണ്ട്. ഇതെല്ലാം എൻക്രോച്ച്മെന്റ് ആണ് ഈ ചുറ്റും കാണുന്നതെല്ലാം. ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് മൊത്തത്തിൽ കുടമാണിക്യം ദേവസ്വത്തിന്റെ ഭൂമിയായിരുന്നു. അതിന് ആളുകൾക്ക് പതിച്ചു കൊടുത്ത ഭൂമി കഴിച്ച് ബാക്കി പുറമ്പോക്ക് വരുന്ന ഭൂമിയാണിത്. ഇപ്പൊ ഈ കെട്ടും അപ്പുറത്തെ കെട്ടും ഉൾപ്പെടെയുള്ള പുറമ്പോക്കിലാണ് കെട്ടിയിരിക്കുന്നത്. ഈ കുളം ഇപ്പൊ 26 സെന്റ് മാത്രമേ ഉള്ളൂ. ഈ കുളം എല്ലാ കൊല്ലവും ഞങ്ങൾ ഇവിടെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി തന്നെ വൃത്തിയാക്കാറുണ്ട്. ഈ കുളത്തിലെ 15 ലക്ഷം രൂപ നഗരസഭയുടെ തനത് ഫണ്ട് വെച്ചിട്ടാണ് ഈ കുളം ആ പറവുകൾ കെട്ടി സംരക്ഷിച്ച് ചേറുവാരി കഴിഞ്ഞ വർഷം ക്ലീനാക്കിയത്. അമൃത് പദ്ധതിയിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിപ്പോ ലാപ്സായി പോയി. എന്തുതന്നെയായാലും ഈ കുളം സ്വാഭാവിക നീരുറവ എന്ന നിലയ്ക്ക് നിരവധി ആളുകൾ പല ഭാഗത്തു നിന്നും ഈ പ്രദേശത്ത് വന്ന് കുളിക്കുന്നതിനും അവർക്ക് വെക്കേഷനിൽ കുട്ടികളെല്ലാം നീന്തൽ പഠിക്കുന്നതിനും ഇവിടെ വരാറുണ്ട്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ഇവിടെ നീന്തൽ പരിശീലനങ്ങൾ നടത്താറുണ്ട്. നീന്തൽ പരിശീലനം നടത്താൻ പറ്റിയ ഒരു കുളമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആഴം കുറവാണ്. ഏകദേശം ഒരു നമ്മുടെ ഷോൾഡറിനൊപ്പം മാത്രമേ ആഴം വരുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ ആ പടവിന്റെ ഭാഗത്തേക്ക് ഒരു 4.5 അടി 5 അടി മാക്സിമം ഹൈറ്റിലാണ് വെള്ളമുള്ളൂ. അതുപോലെ തെളിഞ്ഞ വെള്ളമാണ്. ഈ കാളഞ്ചിറ പ്രദേശത്തുള്ള പാടശേഖരങ്ങളിലേക്ക് എല്ലാം കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടുന്ന് ഒരു വെള്ളത്തിന്റെ ഒരു സ്രോതസ്സാണ്. ഇവിടുത്തെ ചുറ്റുള്ള വീടുകളിലെ കിണറുകളെല്ലാം വറ്റാതെ നിൽക്കുന്നത് ഈ കുളത്തിൽ ജലം സംഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ കുളത്തെ സ്വാഭാവിക നീരുറവയെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചേ മതിയാവൂ. ഇവിടുത്തെ പുറമ്പോക്ക് ഭൂമികളെല്ലാം തന്നെ കണ്ടെത്തി അത് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുമായിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തുകാരായ ജെസ്സി റാഫേലായാലും അതോടൊപ്പം തന്നെ റീന ഡേവിസാനും വിനിത ഷാൻഡോ ആയാലും ഞങ്ങൾ കൗൺസിലർമാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രദേശത്തെ ഈ കാളഞ്ചിറ എന്ന് പറയുന്ന ഒരു സൈറ്റ് സീനിങ്ങിന് വേണ്ടി നിരവധി ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന കാളഞ്ചിറയെ ഞങ്ങൾ സംരക്ഷിക്കും. കുളങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കാളഞ്ചിറ കുളം വൃത്തിയാക്കുന്നു. ഇവിടെ 4-ാം വാർഡിലെ കൗൺസിലർ, 2-ാം വാർഡിലെ കൗൺസിലർ, 8-ാം വാർഡിലെ കൗൺസിലർ, 9-ാം വാർഡിലെ കൗൺസിലർ ഇവരുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി സഹകരിച്ച് ഈ കുളം വൃത്തിയാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുളങ്ങളും ഇതുപോലെ തന്നെ വൃത്തിയാക്കി കുളങ്ങളെ സംരക്ഷിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ ലഭ്യത കൊടുക്കാനായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഇതോടൊപ്പം തന്നെ അഭ്യർത്ഥിക്കുന്നു.